ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു എയർപോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇൻകാക്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പ്രോഡക്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മാക്സിമം മറ്റുള്ളവർ കൂടി ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവൈസ് വരുന്നത് ഇതുപോലൊരു ബോക്സിലാണ് വരുന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് മുകളത്തിനോടെ കാണാൻ സാധിക്കും. നമ്മൾ ഡിവൈസ് കാണുന്നുണ്ട് പുറത്തേക്ക്. അതിൻ്റെ കളർ ഈ ഒരു ഗോൾഡ് ആൻഡ് പിങ്ക് എന്നൊക്കെ പറയാം, അങ്ങനത്തെ രീതിയിലുള്ള കളറാണ് വന്നിട്ടുള്ളത്. ഇതിൽ 4 കളർ ടോണാണ് വരുന്നത്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ പ്യൂർ ഗോൾഡ് ഉണ്ട്, പിന്നെ ഈ ഒരു കളറും. ഓക്കെ, പിന്നെ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് ഓപ്പറേഷനാണ്, അതുപോലെ തന്നെ HD സൗണ്ട് ക്വാളിറ്റിൻ്റെ നോയ്സ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. ആ ഒരു ഇമേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ നോർമൽ ആപ്പിൾ ഡിവൈസിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഡിസൈൻ ബൈ കാലിഫോർണിയ, മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞിട്ട്. ആ ഒരു രീതിയിലാണ് ഇതൊരു ഹോങ്കോങ് ബേസ്ഡ് കമ്പനീൻ്റെ സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനി മൊത്തം ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ മൊത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസൈൻഡ് ബൈ ഇൻകാക്സ് ഇൻ ഹോങ്കോങ്, മെയ്ഡ് ഇൻ ചൈന എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോക്സിലുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് നമ്മളെ ഡിവൈസ് ഒന്ന് പുറത്തെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം കൊണ്ടത് മൊത്തം പാക്ക് കംപ്ലീറ്റ് സീൽഡ് പാക്കിംഗ് ആയിരുന്നു. പക്ഷേ ഞാനതൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ബോക്സ് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കേബിളാണ്. ഇത് സാധാ നോർമൽ ആപ്പിൾ ഡിവൈസിന് വരുന്ന പോലെ തന്നെ രീതിയിലുള്ളൊരു ചാർജുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള കേബിളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതും. ഈ ഒരു ഇൻകാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന നമ്മുടെ മെയിൻ ഡിവൈസാണ്. വേറെ എന്തൊക്കെ ഇതിൻ്റെ അടിയിലുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒരു അഡീഷണലായിട്ട് വേറൊരു കേബിൾ കൂടെ ഇതിലുണ്ട്. രണ്ടും സെയിം കേബിൾ തന്നെയാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? അപ്പോൾ 2 കേബിൾ ഈ ബോക്സ് തന്നെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഇത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ചൈനീസിലൊക്കെ ഉണ്ട്. എല്ലാ ഡീറ്റെയിലും ഇതിനുള്ള ടച്ചിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് കാര്യങ്ങളും അതുപോലെ തന്നെ മൊത്തമായിട്ടുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡിലും iOSലും എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ഇവിടെ ഐഫോണിൻ്റെത് അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ കണക്ട് ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ മെയിൻ ഡിവൈസ് ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഡിവൈസ് കാര്യങ്ങൾ ഇതിന് പുറത്തെടുക്കാം. മൊത്തം ഒരു കവറിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഇത് നമ്മളെ എയർപോഡ്സ് 2 ആ ഒരു ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ വേറൊരു പ്രോ വെർഷൻ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മളെ എയർപോഡ്സ് 2 ക്ലോൺ വെർഷൻ ഡിസൈന് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിസൈനഡ് ബൈ ഇൻകാക്സ് ഇൻ ഹോങ്കോങ്, അസംബിൾഡ് ഇൻ ചൈന എന്ന്. നമ്മൾ നോർമൽ ആപ്പിൾ ഡിവൈസിലൊക്കെ വരുന്ന ആ രീതി തന്നെ. ആപ്പിൾ ഡിവൈസിലാണ് എന്നുണ്ടെങ്കിൽ അത് വരും, എന്താ പറയുക, ഡിസൈനഡ് ഇൻ കാലിഫോർണിയ, മെയ്ഡ് ഇൻ ചൈന എന്ന് പറയും. ഇത് ഒരു ഹോങ്കോങ് കമ്പനിയാണ്, മെയ്ഡ് ചൈനയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് ഈ ഒരു ബട്ടൺ വരുന്നത് നമുക്ക് ഡിവൈസായിട്ട് പെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് വന്നിട്ടുള്ളത്. അത്രയൊക്കെ ഇതിനുള്ള പുറത്ത് വേറെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊക്കെ കാണുന്നൊക്കെ വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇയർബഡ്സൊക്കെ സെയിം കേസിൽ വന്നിട്ടുള്ള അതേ ഒരു കളർ ടോൺ തന്നെയാണ് ഇയർബഡ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടെ അതിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ഇയർ പീസ് കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ 6 അല്ല റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ടച്ചിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊരു LED ലൈറ്റാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഭാഗത്തില്ല. പിന്നെ ഇവിടെ നോർമലി ഇവിടെയാണ് ഇതിൻ്റെ നമ്മൾ മൈക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു താഴ്ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇയർബഡ്സിൽ വരുന്നൊരു ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസിൽ വരുന്നത് 25 mAh ഒരു ബാറ്ററി കാര്യങ്ങളാണ് ഇതിനുള്ളിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് എന്താ പറയുക
കമ്പനീൻ്റെ ഡിവൈസ് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു കമ്പനിയാണ് നമ്മളെ ഈ ജോയ്റോം എന്ന് പറഞ്ഞത്. കണ്ടോ, സെയിം മോഡൽ തന്നെയാണ്, വലിയ മാറ്റം ഡിസൈനിലെ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ സെയിം തന്നെയാണ്. സൈസിൻ്റെ കാര്യത്തിലായാലും എല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു എന്താ പറയുക വെയിറ്റ് കൂടുതലുള്ളത് ഈ ഒരു ഡിവൈസിനാണ് കേട്ടോ. ഇത് വന്നിട്ട് 300 mAh ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിലാണെന്നുണ്ടെങ്കിൽ 400 mAh ബാറ്ററി ഉണ്ടെന്നാണ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ല. ഇതാണ് നമ്മളെ ഈ ജോയ്റോം എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 400 mAh ബാറ്ററി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കമ്പനിയോട് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ 3.5 മണിക്കൂറാണ് നമുക്കിതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇൻകാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത് 300 mAh ബാറ്ററിയാണ്. പക്ഷേ നമുക്കിത് 5 മണിക്കൂർ എന്താ പറയുക കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അതായത് 5 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു മോഡൽ ഇന്നും എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഇത് വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഉപകാരപ്പെട്ടോളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കമ്പനീൻ്റെ ഈ ഒരു ഡിവൈസ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു കളർമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതൊരു നമ്മളെ കയ്യിലുള്ള ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ ഇതുമൊരു പതിയുന്നൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇതുപോലെ ഒരു കേസ് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യമൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് പ്രൊട്ടക്റ്റായിട്ട് സാധനം അവിടെ ഇരുന്നു. ഓക്കെ കണ്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നമ്മളെ ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നോർമലി എല്ലാ ഡിവൈസും കണക്ട് ചെയ്യണമായി തന്നെ നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ നേരെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഇവിടെ ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്ലൂടൂത്ത് ഓൺ ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രീൻ ലൈറ്റോടെ കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ജസ്റ്റ് ഇതിങ്ങനെ കുറച്ച് നേരം എന്നിട്ട് ഓൺ ചെയ്ത് വെച്ചാൽ മതി. നമുക്കിവിടെ കണ്ടു നമ്മൾ ഇൻകാക്സ് T02AR എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പെയർ കാണിക്കുന്നുണ്ട്, അതിൽ പെയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഡിവൈസ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി ലൈഫ് എത്ര എന്നുള്ളത്. ബാറ്ററി 10% ഇതിൽ ചാർജ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി ഇത്രയും നേരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു പ്രോ വെർഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്ക് ഒരുപാട് പേര് കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഏത് രീതിയിലാണ് ആൻഡ്രോയിഡ് ഫോണിൽ ഇത് കാണാൻ സാധിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് നമ്മൾ iOS-ലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നോർമലായിട്ട് കാണിക്കുന്ന രീതി തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ആൻഡ്രോയിഡിൽ വരുമ്പോൾ ചില ഡിവൈസിൽ മാത്രമാണ് ഈ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ മോഡലായിട്ട് കണ്ടില്ലേ, കണ്ടോ, മോഡലായിട്ട് ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇത് ഞാൻ സാംസങ്ങിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് സാംസങ്ങിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഹവായിൽ എന്താ പറയുക ഹവായിൻ്റെ ഡിവൈസിലായാലും ഈ പ്രോൻ്റെ വെർഷനായാലും ഇതൊന്നും ബാറ്ററി പെർസെൻറ്റേജ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ ഇതിനൊക്കെ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ നിയാസ് മുണ്ടക്കാട് സൈനിങ് ഓഫ്. ബൈ.